നമസ്തേ. ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞാൻ രജനി. ലവ് ജിഹാദിൽ കുടുക്കി IS വേണ്ടി സിറിയയിലേക്ക് പോരാടാൻ കൊണ്ടുപോയ മലയാളി ഹിന്ദു പെൺകുട്ടികളുടെ യാതനകൾ, ക്രൂരതകൾ വിവരിക്കുന്ന കേരള സ്റ്റോറി ഇന്ന് വൈകിട്ട് 8 മണിക്ക് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുകയാണ്. ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ഇന്ന് സിനിമ സംപ്രേഷണം ചെയ്യുന്നത്. സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമ റിലീസായ സമയത്ത് കേരളത്തിൽ നടന്നത് ചില്ലറ പുകിലൊന്നുമല്ല. തിയേറ്ററുകൾ വിട്ടുകൊടുക്കില്ല, റിലീസിന് സമ്മതിക്കില്ല, പ്രതിഷേധ സമരം, സിനിമ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിലും ഒടുക്കം സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്തു. എന്നിട്ട് എന്തായി എന്നാണ് ചോദ്യം. എല്ലാ കോടതികളും സിനിമ റിലീസ് ചെയ്യാൻ അനുമതിയും നൽകി. അങ്ങനെ 2023 മെയ് 5 സിനിമ തിയേറ്ററുകളിലും എത്തി. സിനിമ കളക്ഷൻ റെക്കോർഡ് നേട്ടം, ഏകദേശം കണക്കുകൾ പറയുകയാണെങ്കിൽ 250 കോടിയിലധികം രൂപയോളം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും എവിടെ പ്രദർശിപ്പിച്ചാലും വലിയ സ്വീകാര്യത തന്നെയാണ് കേരള സ്റ്റോറിക്ക് ലഭിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന ഈ കഥയെ പേടിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദ കേരള സ്റ്റോറി, ദ റിയൽ സ്റ്റോറി, പേടിക്കുന്നത് എന്തിന്? വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു, ഒപ്പം ഇടത് നേതാവ് സലീം മടവൂരും ചേരുന്നുണ്ട്. സ്വാഗതം. ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് ഇരുവർക്കും. ആദ്യം RV ബാബുവിലേക്കാണ് പോകുന്നത്. ശ്രീ RV ബാബു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഞാനിതിന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ, കേരള സ്റ്റോറി ഇപ്പോഴും എവിടെ പ്രദർശിപ്പിച്ചാലും വൻ വിജയം തന്നെയാണ്. എന്തിനാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഭയക്കുന്നത്? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് കേരള സ്റ്റോറി നമ്മുടെ സെൻസർ ബോർഡിന്റെ അനുവാദത്തോടു കൂടി അതിന്റെ സർട്ടിഫിക്കറ്റ് നേടി നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏകദേശം 30 കോടി രൂപയുടെ ബഡ്ജറ്റിലുള്ള സിനിമ ജനങ്ങളെ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം മറ്റ് പല സിനിമകളും വളരെ പിന്നോട്ട് പോയപ്പോഴും വലിയ തോതിലുള്ള ബോളിവുഡ് നായകന്മാർ അഭിനയിച്ച സിനിമകളൊക്കെ വലിയ തോതിൽ പരാജയപ്പെട്ടപ്പോഴും കേരള സ്റ്റോറിയെ ജനങ്ങൾ ഏറ്റെടുത്തു. അത് 250 കോടിയോളം രൂപ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം, ഇന്ത്യൻ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടുകയുണ്ടായി. അതൊരു റെക്കോർഡായിരുന്നു. സത്യത്തിൽ ആ സമയത്ത് ഒരു റെക്കോർഡ് തന്നെയായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി അവരുടെ ചുറ്റുപാടും നടന്ന സംഭവങ്ങളെ വളരെ മനോഹരമായിട്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒട്ടും അതിശയോക്തിയോ അതിഭാവുകത്വമോ ഇല്ലാതെ അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അത് വളരെ ഭംഗിയായി അതിന്റെ എല്ലാ രംഗത്തും, അതിന്റെ സംവിധാന മികവ്, അതിന്റെ ഫോട്ടോഗ്രാഫി, എല്ലാ രംഗത്തും തികവുറ്റ ഒരു സിനിമ. അതിന്റെ അഭിനേതാക്കളാവട്ടെ, എല്ലാ മേഖലയിലും, എഡിറ്റിങ്ങും അതുപോലുള്ള മറ്റെല്ലാ മേഖലയിലും മികവുറ്റ ഒരു വളരെ നല്ല ഒരു സിനിമ എന്ന പേര് നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സെൻസർ ബോർഡിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ കോടതിയുടെയോ ഒക്കെ അനുവാദത്തോടു കൂടിയിട്ട് നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിനിമ കേരളത്തിൽ അത് പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ തോതിൽ നമ്മുടെ നാട്ടിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഒരർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ അപ്പസ്തോലന്മാരെന്ന് ഇടയ്ക്കിടെ വിളിച്ചു കൂവുന്നവർ, അതിൽ മേനി നടിക്കുന്നവർ, അതിനുവേണ്ടി വലിയ തോതിലെ വായിട്ടടിക്കുന്നവർ, അവര് കേരള സ്റ്റോറിക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല, അതിവിടെ കാണിക്കാൻ പാടില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യാനുസരണം ജനങ്ങൾ മുന്നോട്ട് വന്ന് കേരളത്തിലെ പല തിയേറ്ററുകളിലും അത് കാണിച്ചു. ഒരുപാട് ആൾക്കാർ അത് കണ്ടു. ഇവരുടെ ഒക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പല തിയേറ്ററുകളും അത് പ്രദർശിപ്പിച്ചു. അതിന്റെ ഇപ്പൊ ദൂരദർശനിൽ ഇപ്പോഴുള്ള എതിർപ്പ്, അതിന്റെ കാരണം എന്താ? ഒരു വർഷം പിന്നിട്ട് ദൂരദർശൻ കേരള സ്റ്റോറി കാണിക്കാൻ തീരുമാനിച്ചു. ദൂരദർശൻ കാണിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു സിനിമയല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ട ഒരു സിനിമയാണ്. 230 കോടിയോളം രൂപ കളക്ട് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമ. ആ സിനിമ ദൂരദർശൻ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അത് കാണിക്കണം. അപ്പോ അതിനെന്താണ് ഒരു അസ്വസ്ഥത എന്തിനാണ്? കേരളത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പ്രണയ കെണിയിൽപ്പെടുത്തി ഇതുപോലെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിൽപ്പെടുത്തി തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങൾ ഒട്ടനവധി കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയെ ഒരു സംഭവത്തെ അല്ലെങ്കിൽ വിവിധങ്ങളായ സംഭവങ്ങളെ അഭ്രപാളിയിൽ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ പൊതുസമൂഹത്തിന് ഒരു ജാഗരണം കൂടി ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സിനിമ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമയെ എതിർക്കുന്നത് എന്ന് വെച്ചാൽ വളരെ അതിന്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയമാണ് എന്ന് കാണാൻ യാതൊരു സംശയം വേണ്ട. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സിനിമയെ എതിർക്കുന്നത്. ഈ സിനിമയെ എത്ര കണ്ട് ശക്തമായി എതിർക്കുന്നോ അത്ര കണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ബോധ്യത്തിലാണ് ആ ഒരു ചിന്താഗതിയുടെ ആണ് ഇവർ രണ്ടുകൂട്ടരും ഇപ്പോ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും മത്സരിച്ചാണ് ഈ സിനിമയെ എതിർക്കുന്നത്. എം.വി. ഗോവിന്ദൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു. എന്തർത്ഥത്തിലാണ് പരാതി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതർത്ഥത്തിലാണ് നിയമവിരുദ്ധമാവുക ഈ സിനിമ കാണിച്ചാൽ? അപ്പൊ ഇതൊക്കെ ഒരു തരം ജാടയാണ്. അവർക്കറിയാം ഇതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഈ കാര്യത്തിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഏത് കാര്യത്തില്? ഈ നാട്ടിലെ സംഘടിതരായിട്ടുള്ള ഒരു ശക്തമായ 10-30% വോട്ടുള്ള ഒരു മതവർഗീയ ശക്തിക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവര് ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള മത്സരമാണ്. വികൃതമായ നികൃഷ്ടമായ മത്സരം. ആ മത്സരമാണ് ഇവിടെ ഇടതു വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള സ്റ്റോറി സിനിമയ്ക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. യാഥാർത്ഥ്യം ജനങ്ങളിൽ എത്തുന്നത് കേരളത്തിലടക്കം വ്യത്യസ്ത സംസ്ഥാനം, ഇത് കേരള സ്റ്റോറി എന്നുള്ള പേരെന്തെന്ന് മാത്രമേ ഉള്ളൂ, കേരളത്തിലടക്കം മറ്റ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലാണ് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല. മതവർഗീയ ശക്തികളെയും തീവ്രവാദ ശക്തികളെയും പിന്തുണയോടെ മത്സരിക്കുന്നവരാണ് ഇവർ രണ്ടു കൂട്ടരും. നമ്മൾ കണ്ടതാണ് SDPIയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ CPMന്റെ പക്ഷത്തുള്ളത് INL അടക്കമുള്ള മത തീവ്രവാദ ശക്തികളും വർഗീയ ശക്തികളുമാണ്. അപ്പോ ഈ രണ്ടു കൂട്ടരും ഈ മതവർഗീയ വിഭാഗത്തെ പ്രീണിപ്പിക്കാനും അവരുടെ പിന്തുണ നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനവും പ്രചരണമാണ്. അത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാലസ്തീൻ വിഷയത്തിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ നമ്മൾ കണ്ടു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ അത് മുത്തലാഖിന്റെ വിഷയമാകട്ടെ, ശരീഅത്തിന്റെ വിഷയമാകട്ടെ, ഏകീകൃത സിവിൽ കോഡിന്റെ വിഷയമാകട്ടെ, സർവോപരി രാമപ്രതിഷ്ഠയുടെ കാര്യത്തിലാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഈ രണ്ട് മുന്നണികളും ഒരു മതവർഗീയ ശക്തിയുടെ പിന്തുണയ്ക്ക് വേണ്ടി പരസ്പരം ഇവിടുത്തെ ദേശീയ താല്പര്യത്തെയും രാഷ്ട്ര സുരക്ഷയെയും ബാധിക്കുന്ന ആ സംഭവങ്ങളോട് എതിർദിശയിലും അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയെ എതിർക്കുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് 30% വരുന്ന ഒരു സംഘടിത വിഭാഗത്തിന്റെ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ അതാണ് പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ എനിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമ ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നതിനെ വിലക്കുവാൻ പോകുന്നതും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. CPMഉം ഒപ്പം വലത് മുന്നണികളും ഇതിന് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഇടത് നേതാവ് സലീം മടവൂർ കൂടി ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട്. ശ്രീ സലീം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഈ കേരള സ്റ്റോറി എന്ന സിനിമ അത് 230 കോടിയിലധികം രൂപയാണ് നേടിയെടുത്തത്? ജനങ്ങൾ കണ്ടിട്ടാണ് ഇത്രയും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും രൂപ ലഭിച്ചതും, കോടിക്കണക്കിന് രൂപ ലഭിച്ചതും. ഒപ്പം അത് കേരളത്തിലെ ജനങ്ങൾ, യുവതികൾ, എത്രയോ മാതാപിതാക്കളാണ് ഇപ്പോഴും കണ്ണീരൊഴുക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ആലോചിച്ചുകൊണ്ട്. ആ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ദൂരദർശൻ്റെ ഒരു കടമയാണ്. അതാണ് അവർ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കണ്ണീര് ഒഴുക്കുന്നതും? അതും ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പോൾ ദൂരദർശൻ്റെ ഓഫീസിലേക്ക് DYFI മാർച്ച് അടക്കം നടത്തി. ഇതൊക്കെ തന്നെ ജനങ്ങൾ അറിയണ്ടേ? ഇവിടെ ശ്രീ RV ബാബു ഒക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ 250 കോടി രൂപ കിട്ടിയതാണ് ഒരു സിനിമയുടെ മൂല്യമായിട്ട് കാണുന്നത്. ഇത്തരം ലൈംഗിക ഉത്തേജനം കൊടുക്കുന്ന രൂപത്തിലുള്ള വിവിധ വിഷ്വൽസ് ഉള്ള ഒരു സിനിമ, ഞാനത് ഇറങ്ങിയതിന്റെ 3ാമത്തെ ഷോ ആണ് തോന്നുന്നു ഞാൻ കണ്ടത്. ഇത്രമാത്രം ഒരു ഏപ്പടം, ഒരു സെക്സി ഫിലിം ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി. സമ്പൂർണമായിട്ട് കേരളത്തിന്റെ മുഖത്ത് കരിവാരി എറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എങ്ങനെയാണ്, കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ
ഇങ്ങനെ മതം മാറിക്കൊണ്ട് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പോകുന്ന ആളുകളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു തല്ലിപ്പൊളി തരംതാണ 100ാം ക്ലാസ് സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന 32,000-ഓളം പെൺകുട്ടികളെ സിറിയയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന പച്ചക്കള്ളം. 32,000 പോയിട്ട് 3,200 ഇല്ല, 320 ഇല്ല, 32 ഇല്ല. ഞാൻ ചോദിക്കട്ടെ, അവസാനമായി 4 പെൺകുട്ടികൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോ, അപ്പോ അവർ വഞ്ചിക്കപ്പെട്ട ആളുകളാണെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാര് മരിച്ചതിന് ശേഷം തിരിച്ചു വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ പെൺകുട്ടിയുടെ അമ്മ നിമിഷയിടാൻ തോന്നുന്നു, അമ്മ തിരിച്ചു വരാൻ വേണ്ടി അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് പോലെ വഞ്ചിക്കപ്പെട്ട ആളുകളാണെങ്കിൽ ആ വഞ്ചനയുടെ കഥ ഈ രാജ്യത്ത് വന്ന് വിളിച്ചു പറയാനും ഇനി ഒരാളും അങ്ങനെ പോകാതിരിക്കാനുള്ള സാഹചര്യം, എന്നെ സംബന്ധിച്ച് ആ പെൺകുട്ടികൾ IS-ന്റെ പിടിയിൽ എത്തിപ്പെട്ട പെൺകുട്ടികളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചുകൊണ്ട് അവർക്ക് പഴയതുപോലെ ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അവര് ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കപ്പെട്ടതാണെങ്കിൽ ആ വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് സത്യത്തിന്റെ വഴിയിൽ ജീവിക്കാനുള്ള അവസരമാണ് അവരുടെ അമ്മ ചോദിക്കുന്നത്. എന്തേ ഗവൺമെന്റ് കൊടുക്കാത്തത്? എന്തേ ഈ ജനം TV ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കാത്തത്? എന്തേ RV ബാബു അതിന് ശ്രമിക്കാത്തത്? എന്തേ BJP സലീം മാനൂർ, ശ്രമിക്കാത്തത്? ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇതിനിടയ്ക്ക് ഇടപെട്ടോട്ടെ. കാരണം താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന്. എങ്ങനെയാണ് ഈ ഇടപെട്ടിട്ടില്ല എന്ന് താങ്കൾ പറയുന്നത്? കൃത്യമായ രീതിയിൽ ഇടപെടലുകളൊക്കെ തന്നെ നടത്തി, സർക്കാരുമായിട്ട് സംസാരിച്ചു. പക്ഷേ അവർക്ക് തിരികെ എത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ ഉള്ളത്. ഒരിക്കലും അവർക്ക് ഈ ലോകം കാണാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതെന്തുകൊണ്ട് താങ്കൾ മനസ്സിലാക്കുന്നില്ല? പിന്നെയും ഈ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന് എങ്ങനെ താങ്കൾക്ക് കുറ്റം പറയാൻ കഴിയും? അവിടുത്തെ ഗവൺമെന്റുകൾ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു. ഇവരുടെ അമ്മ പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് അവരെ ഇന്ത്യയിലേക്ക് കൂട്ടി വരുന്ന അവസരം കൊടുക്കണം. ആ പെൺകുട്ടി ഇന്ത്യയിലേക്ക് അഭ്യർത്ഥിച്ചല്ലോ, ഞങ്ങൾക്ക് ഇവിടെ തടവിലാണ്, വരാൻ സാധിക്കും. പക്ഷെ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. അപ്പൊ അവര് വരട്ടെ. ആ 4 പെൺകുട്ടികളുണ്ടല്ലോ, 32,000 ഒക്കെ നിങ്ങൾ പറയുന്ന കഥ അവിടെ നിൽക്കട്ടെ. ഈ 4 പെൺകുട്ടികൾ ഭർത്താക്കന്മാർ മരണപ്പെട്ടു IS-ആയിട്ട് ചേർന്ന യുദ്ധത്തിൽ എന്ന് പറയുന്നു. ആ 4 പെൺകുട്ടികൾ വന്നാൽ ഈ കഥകൾ അറിയാമല്ലോ. ആരാണ് ഇവരെ വിവാഹം ചെയ്തിരിക്കുന്നത്? ആരാണ് ഇവരെ വഞ്ചിച്ചിരിക്കുന്നത്? അവർക്കെതിരെ നടപടി എടുക്കട്ടെ. അവർക്ക് ജീവിക്കാനുള്ള ഇന്ത്യക്ക് നമ്മള് പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള പൗരത്വ ഭേദഗതിയിൽ ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് സ്വാഗതം കൊടുക്കും പോലെ ഇന്ത്യയിൽ നിന്ന് ചതിക്കപ്പെട്ടു പോയ ആളുകൾക്ക് അവസരം കൊടുക്കാമല്ലോ. അവർ ഇന്ത്യൻ പൗരന്മാരാണല്ലോ. അപ്പൊ അവരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കട്ടെ, ജയിലിലിടട്ടെ. ഇന്ത്യയുടെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമ്മയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാവാത്ത ആളുകളാണ് സിനിമ 250 കോടി നേടിയത് കൊണ്ട് വൻ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെ പറ്റിക്കാൻ അതൊക്കെ ചെയ്യുന്നത്? ആരെയാ നിങ്ങൾ വഞ്ചിക്കുന്നത്? ഇത്തരം കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ ഇങ്ങനെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം നേടാൻ സലീം മാനൂർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കാരണം താങ്കൾ പറയുന്നുണ്ട് കള്ളമാണ് എന്ന്. അപ്പോൾ ഈ നിമിഷ, ഫാത്തിമയും സോണിയെയും ഹാദിയെ പോലെയുള്ളവരൊന്നും തന്നെ ഈ മതം മാറി പോയിട്ടില്ല എന്നാണോ താങ്കൾ വീണ്ടും പറയുന്നത്? അല്ല, മതം മാറി 3-4 പെൺകുട്ടികൾ മതം മാറി പോയിട്ടുണ്ട്. 3-4 അല്ല, അതിന് കൃത്യമായ കണക്കുകളുണ്ട്. 3-4 ഒന്നുമല്ല. അതിന് കണക്ക് പറയട്ടെ, ആളുകളുടെ പേര് പറയട്ടെ. 32,000 ആളുകളുടെ കഥ പറയട്ടെ, അല്ലെങ്കിൽ 32 പേരുടെ കഥ പറയട്ടെ. എവിടെ? പച്ചക്കള്ളവാ പറയുന്നത്. കേരളത്തിനെ മൊത്തം അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കി മെനഞ്ഞെടുത്ത കള്ളക്കഥ. ആ കള്ളക്കഥ ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ഇങ്ങനെയാണ് കേരളം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ ആളുകൾ കാണുകയാണ്. അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് കേരളം എന്ന് പറഞ്ഞാൽ വളരെ നികൃഷ്ടമായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് വരുത്തി തീർക്കുകയാണ്. കേരളം ചെയ്ത തെറ്റെന്താണ്? കേരളം BJP-യെ മാറ്റി നിർത്തിയ ഒരു സംസ്ഥാനമാണ്. അത് സത്യമാണ്. RSS-ന്റെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമായിട്ടും ഒരു അസംബ്ലി സീറ്റ് പോലും നേടാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ സംരക്ഷിച്ചു നിർത്തുന്നു ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ് വൈരാഗ്യത്തിന്റെ കാര്യം. അതിന് കേരളം മുഴുവൻ എങ്ങനെയാണ്? ആ സിനിമയിലെ സമയം എത്രയെന്ന് എനിക്കറിയില്ല. ഈ സിനിമയിലെ പൂർണ്ണമായും ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി പെൺകുട്ടികൾ IS-ൽ ചേർന്നു എന്നുള്ള രൂപത്തിലില്ലേ? അങ്ങനെയല്ലേ അതിന്റെ ഒരു വിവരണം? എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? കുറെ യന്ത്ര മനുഷ്യരെ പോലെ ലൈംഗിക പ്രവൃത്തി ചെയ്യുന്ന കുറെ ആളുകൾ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് കിടന്നു കൊടുക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ്, ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണ് പെൺകുട്ടികൾ ഇത്തരം ആളുകളുടെ കെണിയിൽപ്പെട്ടത് എന്നുള്ള രൂപത്തിലാണ് ചിത്രത്തിൽ ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണോ? ഇവിടുത്തെ പെൺകുട്ടികൾ അങ്ങനെയാണോ? അങ്ങനെ പോയിട്ടുണ്ടോ? പച്ചക്കള്ളം പറയാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. ശ്രീ സലീം മാനൂർ, ഞാൻ ഇടപെടുകയാണ്. കാരണം താങ്കൾ പറയുന്നുണ്ട് പല വട്ടവും പല വാക്കുകളും ഇങ്ങനെ
പ്രയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ് താങ്കൾ ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ പറയുന്നത് പോലും. കാരണം ഇത് സെൻസർ ബോർഡ് നോക്കിയിട്ട് വിട്ട ഒരു സിനിമയാണ്. അതിലാണ് താങ്കൾ വീണ്ടും വീണ്ടും ഈ അശ്ലീലമായ വാക്കുകൾ പോലും ഉപയോഗിക്കുന്നത്. അല്ല, ആ സിനിമയിൽ പൂർണ്ണമായിട്ടും ലൈംഗിക ചുവയുള്ള സിനിമയാണ്. അത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സിനിമയാണ്. ഇപ്പൊ രാജ്യത്തെപ്പോഴുള്ള എല്ലാ സംവിധാനങ്ങളും BJP-യുടെ നിയന്ത്രണത്തിലാണല്ലോ. അപ്പൊ എല്ലാ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റും അതിന് കിട്ടും, അത് കിട്ടാതിരിക്കൊന്നുമില്ല. പക്ഷേ ആ സിനിമയിലുള്ള ചിത്രത്തിൽ പറയുന്നത് പെൺകുട്ടികൾ ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവരുടെ അടിമകളായി മാറി അത് ആസ്വദിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, വളരെ മോശമായിട്ട്. അതൊരിക്കലും കേരളത്തിലെ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ച്, ആത്മാഭിമാനമുള്ള പെൺകുട്ടികളെ കുറിച്ച് വളരെ മോശമായ ഒരു സിനിമയിൽ ചിത്രീകരിക്കുകയും എന്നിട്ട് അത് കാണാൻ കേരളത്തിലെ പെൺകുട്ടികൾ ഇത്തരം ഒരു ആസക്തിയുള്ള ആളുകളായിട്ട് ഈ IS-ന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ലൈംഗിക തൊഴിലാളികളാവുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന രൂപത്തിൽ ഒരു സിനിമയിൽ വരുമ്പോൾ കൗതുകത്തോടു കൂടി പലരും കാണും. അത് കേരളത്തിനുള്ള അപമാനമാണ്. ബാബുവിനെ പോലെയുള്ള ആളുകൾ ആ സിനിമക്കെതിരെ പ്രതികരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ബാബുവിനോട് ചോദിക്കട്ടെ. ആ സിനിമയില് ആളുകൾ ഹിന്ദു മതത്തിനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നുണ്ട്, കഥാപാത്രങ്ങളെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിപ്പിച്ചുകൊണ്ട് അതങ്ങനെ ആകാശത്ത് നിർത്തിക്കൊണ്ട് അങ്ങ് പോവുക സിനിമ. ആരോപണങ്ങൾക്ക് ഉത്തരം കൊടുക്കണ്ടേ? മുസ്ലിം പെൺകുട്ടികളായ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ ആളുകളെ നടന്മാരെ കൊണ്ട് അല്ലെങ്കിൽ അതിലുള്ള അഭിനയിക്കുന്ന ആളുകളെ കൊണ്ട്, അഭിനേതാക്കളെ കൊണ്ട് ഹിന്ദു മതത്തിനെതിരെ കുറെ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിനിമയിലില്ല. കാണിച്ചു തരാൻ പറ്റുമോ? സിനിമയിൽ ചോദ്യങ്ങളിട്ട് ജനങ്ങൾക്കിടയിൽ ഹിന്ദു മതത്തെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സിനിമ കൂടെയാണത്. എങ്ങനെയാണ് അതിനെ RSS-ഉം BJP-യും പിന്തുണയ്ക്കുന്നത്? പൂർണ്ണമായ ഹിന്ദു വിരുദ്ധ സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് കണ്ട് എന്റെ വിലയിരുത്തലില് ഹിന്ദു മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അതിലുള്ള മുസ്ലിം അതായത് മുസ്ലിം റോളുകളിലുള്ള ആളുകളെ ശരി, എന്തായാലും അത് താങ്കളുടെ വിശേഷണമായിരിക്കും. പക്ഷെ ഈ കണ്ട ജനങ്ങളൊന്നും തന്നെ അങ്ങനെ പറയുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയത് പോലും. അത് വൻ വിജയമാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. RV ബാബു, താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ ഇടതുപക്ഷത്തിൻ്റെത് ഒരു സെലക്റ്റീവ് അഭിപ്രായമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാ തലത്തിലും അറിയാം. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന CA വിഷയത്തിലടക്കം അവർ കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററുകളിലെല്ലാം വൻ വിജയമായി കഴിഞ്ഞ ഒരു സിനിമയാണ്. ഒപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊള്ള ഒരു സിനിമയും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരിക്കലും ഇത്തരത്തിൽ ഒരു പെൺകുട്ടികളും ചതിയിൽ അകപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു സിനിമ കൂടിയാണ്. പിന്നെ എന്തിനാണ് ഈ CPM-കാരും ഒപ്പം ഈ UDF-ഉം കേരളത്തിൽ ഈ സിനിമ വേണ്ട എന്ന് പറയുന്നത്? അത് ദൂരദർശനിൽ കൂടെയാണ് പ്രദർശിപ്പിക്കുന്നത് പോലും. ഇതിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തൊക്കെ കാണുന്ന ആ ഒരു നയം തന്നെയാണ് ഇവിടെ കേരളത്തിലും ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഈ സിനിമയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഇത് സിനിമ ഇറങ്ങിയ സമയത്തുള്ള ചർച്ചയിലും ഒരിക്കലും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഇപ്പൊ സലീം മടവൂർ ഉന്നയിച്ചത്. ഈ സിനിമ ലൈംഗിക ആസക്തിയുള്ള സിനിമയാണ്, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സിനിമയാണ് എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. ഞാൻ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജനം TV-യിലടക്കം മറ്റു TV-കളിലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ഒരു ആരോപണം ഇപ്പൊ സലീം മടവൂർ കൊണ്ടുവരികയാണ്. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് 8 മണിക്ക് കുടുംബങ്ങളിൽ ഈ സിനിമ നേരിട്ട് എത്തുകയാണ്. ഒരാൾക്കും എതിർക്കാനാവാത്ത വിധം എല്ലാ വീടുകളിലും സ്ത്രീകളും കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണാൻ പോവാണ്. അതിന്റെ വേവലാതിയാണ് സത്യത്തിൽ സലീം മടവൂർ ഇപ്പൊ പറയുന്നത്. കാരണം ഈ സിനിമ കാണാൻ കൊള്ളില്ല, ഇത് ലൈംഗികമായ അസഭ്യങ്ങളുള്ള അല്ലെങ്കിൽ കുടുംബം ഒരുമിച്ച് കാണാൻ പറ്റാത്ത സിനിമയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, ആ സിനിമ കാണണ്ട എന്ന് വെപ്പിക്കുക. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. ഇത് നമ്മൾ തിരിച്ചറിയണം ആദ്യം തന്നെ. കാരണം ഈ സിനിമ വന്ന സമയത്തോ ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ട സമയത്തോ ഒന്നും ഇത് ഒരു ലൈംഗികമായ സിനിമയാണ് എന്ന് ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിട്ടേയില്ല. ഇത് ഒന്നാമത്തെ കാര്യം. 2, സലീം മടവൂരിനെ പോലുള്ള ഇടതുപക്ഷക്കാർക്ക് ലൈംഗികതമായ ഇത്തരം കാര്യങ്ങളോട് ഇത്ര കണ്ട് എതിർപ്പും വെറുപ്പും ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഒരു തരം ഒരു നാണം വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നതിന്. എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ഇവിടെ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളവർമ്മ കോളേജിൽ അടക്കമുള്ള പ്രമുഖമായിട്ടുള്ള കോളേജുകളിൽ മൃഗങ്ങൾ രതിയിൽ ഏർപ്പെടുന്നതിന്റെയും സംഭോഗം നടത്തുന്നതിന്റെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെയും ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ നഗ്നമായ ചിത്രങ്ങൾ വരച്ചു വെച്ച് കുട്ടികളെ കാണിക്കുന്ന അത്തരം നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അത് നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
ഇതിനേറെ പറയുന്നു സരസ്വതി ദേവിയെ പോലും അത്തരത്തിൽ വികൃതമായ രീതിയിൽ വരച്ചവരാണ്. ഞാൻ അതിലേക്കാ വരുന്നത്. നമ്മുടെ ദേവീദേവന്മാരെ നഗ്നമായി വരച്ച് അവര് സംഭോഗത്തിൽ ഏർപ്പെടുന്നതിന്റെ നഗ്ന ചിത്രങ്ങൾ വരച്ചു വെച്ച് ആ വരച്ച ആൾക്ക് അവാർഡ് കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് ശ്രീ സലിം മടവൂര്. എന്നിട്ട് ഈ സിനിമയിലെ ലൈംഗികമായ സിനിമയാണ്, ഇത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഇന്ന് കോടാനുകോടി ഭാരതീയർ ഈ സിനിമ കാണാൻ പോകുന്നു, ആ സിനിമ കാണരുത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കുപ്രചരണമാണ്. അത് നടക്കാൻ പോകാത്ത ഒരു കാര്യമാണ്. രണ്ട്, ഇദ്ദേഹം പറയുന്നത് 230 കോടി രൂപ നേടിയാൽ വലിയ സിനിമയാവുമെന്നാണ്. ഇല്ല, സിനിമ 230 കോടി രൂപ നേടിയാൽ സിനിമയാവോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തർക്കിക്കാനില്ല. പക്ഷേ ആ സിനിമ കണ്ടവരാരും അതിന്റെ എഡിറ്റിംഗിൽ, അതിന്റെ സംവിധാനത്തിൽ, അതിന്റെ ഫോട്ടോഗ്രാഫിയിൽ, അതിന്റെ സിനിമാറ്റോഗ്രാഫിയിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം പറയാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം ക്ലിനിക്കൽ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അതിനകത്ത് നിസ്സഹായരായിട്ടുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് ഈ പ്രണയക്കെണിയിൽ പെട്ട് അവരെ പ്രലോഭിപ്പിച്ച് അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നത് എന്ന് ഇത് പറഞ്ഞിട്ടുള്ളത് സലിം മടവൂരെ കേരളത്തിലെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു കേസിൽ 2 പെൺകുട്ടികളാണ്. എങ്ങനെയാണ് തങ്ങളെ ഇത്തരത്തിൽ കെണിയിൽപ്പെടുത്തിയത്, തങ്ങളുടെ നഗ്നചിത്രങ്ങളെടുത്ത് തങ്ങളെ കെണിയിൽപ്പെടുത്തി ലൈംഗികമായി അടിമകളാക്കി ഉപയോഗിച്ച് അത് വെച്ച് തങ്ങളെ മതം മാറ്റാൻ ശ്രമിച്ചതിന്റെ 2 കേസ് ഷഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. വായിക്കണം ശ്രീ സലിം മടവൂർ. ആ കേസില് ജസ്റ്റിസ് ശങ്കരൻ, KT ശങ്കരന്റെ വിധിയുണ്ടല്ലോ. അതിനെ തുടർന്നാണല്ലോ കേരളത്തിൽ നിരവധി മതമാറ്റങ്ങൾ നടക്കുന്നു, ആ മതമാറ്റങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും കേരളത്തിൽ മതമാറ്റ നിരോധന നിയമം കൊണ്ടുവരണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് KT ശങ്കരന്റെ ജഡ്ജ്മെന്റിലാണ്. എന്നിട്ട് അത്തരം സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, ഇപ്പൊ നിമിഷ ഫാത്തിമ എങ്ങനെയാണ് ഇത്തരത്തിൽ പെട്ടത് എന്നുള്ളത് നിമിഷയുടെ അമ്മയെ വിളിച്ച് ചർച്ചയിൽ ചോദിക്കണം. ആദ്യം ഈ കുട്ടിയെ ഈ പ്രണയക്കണിയിൽപ്പെടുത്തി ആ കുട്ടിയെ വഞ്ചിച്ച, ലൈംഗികമായി ഉപയോഗിച്ച ഒരുത്തൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അയാൾക്കെതിരെ കേസുണ്ടോ? അയാൾക്കെതിരെ എത്ര തവണ നിമിഷയുടെ അമ്മ നമ്മുടെ TV ചാനലുകൾക്കൊന്ന് സംസാരിച്ചു, അയാളുടെ പേരടക്കം. അതിനുശേഷമല്ലേ മറ്റൊരു ആളിലേക്ക് എത്തിയത്, അയാളല്ലേ നിമിഷയെ കൊണ്ടുപോയത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു അവരെയൊക്കെ എന്താ തിരിച്ചു കൊണ്ടുവരാത്തതെന്ന്. നിമിഷ എന്താണ് പത്രക്കാരോട് പറഞ്ഞത്? ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറല്ല എന്നാണ്. ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറില്ല, ഇനി വന്നാൽ തന്നെ എടുക്കാൻ സാധ്യമല്ല, കൊണ്ടുവരാൻ സാധ്യമല്ല. ISIയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, എല്ലാ നിലയ്ക്കും ISIയുടെ ട്രെയിൻ കിട്ടിയിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവർക്ക് ബിരിയാണിയും അതേപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ ജയിലിൽ കൊണ്ടുപോയി കൊടുത്ത് അവരെ ഊട്ടി വളർത്തണം എന്നാണോ പറയുന്നത്? നടക്കില്ല സലീം മടവൂരെ. അവിടെ പോയി ഡോക്ടറീൻ ആയിട്ടുള്ള, തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടയായിട്ടുള്ള തനി തീവ്രവാദികളായി മാറിയിട്ടുള്ള ആളുകളെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് നല്ലവളയാക്കാനൊന്നും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യ സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് രാജ്യത്തിന്റെ സുരക്ഷയെ ബേസ് ചെയ്തിട്ടുള്ള നിലപാടാണ് സാർ. അത് മനസ്സിലാക്കാൻ ദേശീയ ബോധം വേണം, രാഷ്ട്രത്തോട് അല്പമെങ്കിലും കടപ്പാടും കടമയും വേണം. അത് മനസ്സിലാക്കാൻ അല്പം ദേശസ്നേഹം മനസ്സിലുണ്ടാവണം. അപ്പൊ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഈ സിനിമ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സിനിമയെ എതിർക്കുന്നത് ഒരു മതവർഗീയ ശക്തിയുടെ പിന്തുണയ്ക്ക് വേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അത് വ്യക്തമാകുന്നുമുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും. എന്നാലും OTT ഒക്കെ കടന്നുകൊണ്ടാണ് ഇപ്പോൾ ദൂരദർശനിലേക്ക് ഇത് പ്രദർശനം നടത്തുന്നത്. സലിം മടവൂർ പറയും. എന്നെ സംബന്ധിച്ച് ഇത് കുടുംബം, നേരത്തെ ഞാനത് പറയാതിരുന്നതാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, കുടുംബം ഒന്നിച്ചിരുന്നു കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതിനകത്ത് സാധാരണ ഇത്തരത്തിലുള്ള ലൈംഗികമായ കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ പലതരത്തിൽ കാണിക്കാറുണ്ട്. പക്ഷെ ഇത് ഒരു യാന്ത്രികമായ പ്രവൃത്തിയായിക്കൊണ്ട് എന്താ പറയാ, ഞാൻ എനിക്കൊരു ഈ പ്രേക്ഷകർ കാണുന്നത് പറയാൻ സാധിക്കും. വളരെ ഞാൻ പറയട്ടെ നിങ്ങൾ അങ്ങനെ എന്നെ പറയാൻ കാണുന്നത് ആ രീതിയിലാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോളേജുകളിൽ SFI പ്രവർത്തകർ നടത്തുന്ന അതാണ്. അപ്പോൾ അദ്ദേഹത്തിനും അതുപോലെ കാണാൻ കഴിയുള്ളൂ. നിങ്ങള്
ഏത് രംഗമാണ് നിങ്ങൾ പറഞ്ഞാൽ മതി, ഏത് രംഗമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഏത് രംഗമാണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കൂ. ഞാൻ പറയാം. അതിൽ ഈ സിനിമക്കകത്ത് പുരുഷന്മാരായ ആളുകള് സ്ത്രീകളുമായിട്ട് ഒരേ സമയം കാണിക്കുന്നതല്ല. അവര് അതിന്റെ ആക്ഷൻ കാണിക്കുന്നത് ഈ ലൈംഗികതയുടെ ഇവിടുത്തെ കൊമേഴ്സ്യൽ സിനിമകൾ നിങ്ങളുടെ സർക്കാർ അവാർഡ് കൊടുത്ത സിനിമകളിൽ നേരിട്ട് കാണിക്കുന്നു. അതിനെയാണ് നിങ്ങൾ ഇപ്പോ തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനത്തെ RV ബാബു, ഞാൻ പറയട്ടെ. നിങ്ങളൊരു മിനിറ്റ് മിണ്ടാതിരുന്ന ഞാൻ കൃത്യമായിട്ട് പറയാം. നിഴലായിരിക്കാം, അല്ലെങ്കിൽ രൂപം കാണിക്കുന്നു. അതെങ്ങനെയാ കാണിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ സിനിമയിൽ കാണിക്കുന്നത് പോലെയാണോ ആ രംഗങ്ങൾ കാണിക്കുന്നത്? ആയിക്കോട്ടെ, നിഴൽ ഞാൻ സമ്മതിച്ചു, നിഴലാണ്. ആ നിഴലിനെ ഞാൻ പറയട്ടെ, ആ നിഴലിനെ കാണിക്കുന്നത് സാധാരണ മനുഷ്യന്മാർ ഇത്തരം ലൈംഗിക രംഗങ്ങൾ കാണിക്കുന്ന രൂപത്തിലാണോ കാണിക്കുന്നത്? അതിൽ നിന്ന് വളരെ എന്താ പറയുക, ഞാൻ പറയട്ടെ. ശ്രീ സലീം മടവൂർ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കൂ. കാരണം താങ്കൾ ആ സിനിമയുടെ ബാഹ്യരംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ സിനിമ ഇപ്പോൾ ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് എന്തിനാണ് തടയുന്നത് എന്നാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇന്ന് സിനിമ കാണുന്ന ആളുകൾ വേറെ ഒരു ഉത്തരം കൂടെ കാണട്ടെ. ആ സിനിമക്കകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഹിന്ദു മതവിശ്വാസത്തിനെതിരെ ഈ സിനിമയിൽ ചോദിപ്പിക്കുന്നുണ്ട്. ആ ചോദിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം സിനിമയിൽ ഉണ്ടോ? RV ബാബു പറയട്ടെ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ടോ? അത് ഹിന്ദു വിരുദ്ധമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് ഹിന്ദു വിരുദ്ധമായ സിനിമയാണ്. അത് അവസാനത്തില് ഹിന്ദു മതവിശ്വാസികളുടെ മനസ്സിൽ സംശയവും എന്താ പറയാ, അവരുടെ വിശ്വാസത്തിന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സിനിമയാണെന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരിലേക്കും എത്താം. ഇപ്പോൾ മുൻ DGP കൂടെയായ TP സെൻകുമാർ ചേരുന്നുണ്ട്. ശ്രീ സെൻകുമാർ, ഇന്ന് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുവാൻ പോവുകയാണ്. ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളത് മനസ്സിലാക്കണം ആ കഥ എന്താണ് എന്നുള്ളൊരു കാര്യം. പക്ഷെ അപ്പോഴും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒരുപോലെ പറയുകയാണ് ദൂരദർശനിലെ സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ കുടപ്പനക്കുന്നിലെ ദൂരദർശൻ ഓഫീസിലേക്ക് മാർച്ച് വരെ സംഘടിപ്പിക്കുകയാണ്. ഇതിനാണ് ഇത്തരത്തിലൊരു അസഹിഷ്ണുത ഈ ഒരു കേസിൽ? അതെ, ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയധികം അസഹിഷ്ണുത ഇതിനോട് വേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഹമാസിനോടും അതുപോലെയുള്ള ISIS-നോടുമൊക്കെയുള്ള സഹവർത്തിത്വം, ആ സഹവർത്തിത്വം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായ നിലയിലാണ് കേരളത്തിലേക്ക് പോയി അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവര് കരഞ്ഞ് അവരുടെ നിൽക്കട്ടെ എന്നേ, അത് കാണേണ്ടവർ കണ്ടോളും. മനസ്സിലായോ? കാണേണ്ടവരത് കണ്ടോട്ടെ. തീർച്ചയായിട്ടും കാണേണ്ടവർ തന്നെ അത് കാണുക തന്നെ ചെയ്യും. ശ്രീ സെൻകുമാർ, ഞാൻ ഈ ഒരു വേളയിൽ ചോദിക്കുകയാണ്. കാരണം സലീം മടവൂർ, ഞാനൊരു കാര്യം സെൻകുമാറിനോട് ചോദിച്ചോട്ടെ. കാരണം 2015 ഈ കാസർഗോഡ് നിന്ന് കാണാതായ നിമിഷ ഫാത്തിമ എന്ന IS-ലേക്ക് ചേക്കേറിയ ആ ഒരു സമയത്ത് കാസർഗോഡ് പോലീസ് താങ്കൾക്ക് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ നിമിഷയുടെ മതം മാറ്റം, എങ്ങനെയൊക്കെ ആ കുട്ടി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാണ്. ഇല്ല, ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ക്ലിയർ ആണ്. ഇതൊന്നും ആരും കവറപ്പ് ചെയ്തിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. ഉള്ള കാര്യം പോലെ തന്നെ കണ്ടാൽ അത് സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും. അതെല്ലാം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും, ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും അതൊന്നും നടപ്പില്ല. ആ കാലഘട്ടമൊക്കെ തീർന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പലരെയും ഭീഷണിപ്പെടുത്തുകയും പലരെയും സ്വാധീനിച്ചും പലരെയും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആക്കിയും ഒക്കെ നടന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ തീർന്നു. ഉള്ള കാര്യം പറയും. ആ സത്യങ്ങൾ എല്ലാവരും കാണും, എല്ലാവരും കാണട്ടെ. തീർച്ചയായിട്ടും സത്യം എല്ലാവരും കാണുക തന്നെ വേണം, അത് അറിയുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി 8 മണിക്ക് സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ TP സെൻകുമാർ പ്രതികരിച്ചതിന്. ശ്രീ RV ബാബു.
ഇപ്പോൾ ടി.പി. സെൻകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ സത്യം അത് ജനങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. സത്യം എത്ര കാലം കഴിഞ്ഞിരുന്നാലും അത് മൂടി വെച്ചിരുന്നാലും അതൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം അദ്ദേഹത്തിന് അതിന് കൃത്യമായ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 2015 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2015 അദ്ദേഹം DGP ആയിരുന്ന സമയത്താണ് ഈ കാസർഗോഡ് പൂനാച്ചി ഡെന്റൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഈ നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ഈ IS-ൽ ചേർന്നതും അതിൽ ആകർഷകയായി പോയതുമൊക്കെ തന്നെ. ആ കാര്യങ്ങളൊക്കെ തന്നെ അന്നത്തെ കാസർഗോഡ് പോലീസ് ഈ സെൻകുമാറിന് നൽകിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ സർക്കാരിന് കൈമാറുകയും ചെയ്തു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. വീണ്ടും വീണ്ടും ഈ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഭീകരതയിലേക്ക് പോകുന്നവർക്ക് പ്രോത്സാഹനം നൽകുക തന്നെ ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്, ഇത്തരത്തിലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഇടതു ഭരിച്ചിരുന്നാലും ശരി വലതു ഭരിച്ചിരുന്നാലും ശരി അവരെതിർക്കുക തന്നെ ചെയ്യും. അല്ല, ഇതിനകത്ത് അതിന് തൊട്ട് മുമ്പ് ഇതിന് മറുപടി ടി.പി. സെൻകുമാർ മാത്രമല്ല, ടി.പി. സെൻകുമാർ ഇത് ആദ്യം പറഞ്ഞു. അതിനുശേഷമാണല്ലോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ DGP ആയത്. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം പറഞ്ഞതൊക്കെ തന്നെയല്ലേ. ഇപ്പോ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഈ തീവ്രവാദ പ്രണയം നടിച്ച് മതം മാറ്റി, പ്രണയത്തിന്റെ മുന്നുപാധിയായിട്ട് മതം മാറ്റി, പിന്നീട് അവരെ ലൈംഗിക അടിമകളാക്കി അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര്, കേരള പോലീസ് ചീഫായിട്ട് പ്രവർത്തിച്ച ആൾക്കാരില്ലേ പറഞ്ഞത്. ഇപ്പൊ സലിം മടവൂരോട് വന്നിട്ട് വായിച്ചാ പോരെ, നമുക്കത് കാണാൻ സാധിക്കില്ലേ? അപ്പോ അത്തരത്തില് ഉള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും പല ഭാഗങ്ങളിലും നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെ ആർക്കും മൂടിവെക്കാൻ സാധ്യമല്ല, അതില്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. ആ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് ഇതിന് വിധേയമായിട്ടുള്ള പെൺകുട്ടികൾ ജനം TV-യിലൊക്കെ വന്നിരുന്ന് അവർ പറഞ്ഞല്ലോ. എങ്ങനെയാണ് അത്തരം കുട്ടികളെ മതം മാറ്റുന്നത്, ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇവിടെ സലിം മടവൂർ ചോദിച്ചില്ലേ. ഹിന്ദു മതത്തെക്കുറിച്ച് തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം കിട്ടും. കുട്ടികളുടെ അവസ്ഥയാണ് സിനിമ കാണിക്കുന്നത്. കാരണം ഹിന്ദു മതത്തിനകത്ത് അങ്ങനെ ഒരു ധാർമ്മിക പഠനത്തിനുള്ള അവസരമില്ല, മതപഠനമില്ല, മദ്രസ പോലെ പ്രവർത്തിക്കുന്ന പോലെ ഹിന്ദു മതത്തിനകത്തില്ല, അല്ലെങ്കിൽ സൺഡേ ക്ലാസ്സുകൾ ക്രിസ്തു മതത്തിന് പ്രവർത്തിക്കുന്ന പോലെ ഹിന്ദു മതത്തിനകത്തില്ല. അപ്പൊ കുട്ടികളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഈ മതം മാറ്റത്തിനെ അവരെ ഉപയോഗിക്കുന്നു. ഇത് സിനിമ കാണിക്കുകയാണ്. ഈ സിനിമ കാണിക്കുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. കാരണം അങ്ങനെ നിരവധി പെൺകുട്ടികൾ നമ്മുടെ TV-യിൽ വന്ന് പൊതുമണ്ഡലത്തിൽ വന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് മതം മാറ്റുന്നത്, ഞങ്ങളോട് ഇത്തരം ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇത് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ കുട്ടികളല്ലേ. അതെല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ, അതെല്ലാം യൂട്യൂബുകളിൽ നിന്ന് അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നിൽക്കേ. ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിനിമയും അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും വന്നതിന് ശേഷം ഈ പറയുന്ന പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ചതിയും പരിവർത്തനത്തിന്റെയും ശ്രമങ്ങൾക്ക് ഒരു അളവ് വരെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഹിന്ദു സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ വിലയിരുത്തൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും ഇതേപോലുള്ള പ്രചരണങ്ങൾ സിനിമകൾ വന്നതിന് ശേഷവും നമ്മുടെ അമ്മമാർ ആയിരക്കണക്കിന്, ഇത് ഹിന്ദു സമൂഹത്തിന് മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹം ഇത് നേരിട്ടതല്ലേ. ക്രൈസ്തവ ബിഷപ്പുമാരത് പച്ചയ്ക്ക് പറഞ്ഞതല്ലേ. അതൊന്നും തന്നെ CPM നേതാക്കളോ മുഖ്യമന്ത്രിയോ കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കേരളത്തിൽ ഒറ്റ ന്യൂനപക്ഷമുള്ളൂ. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇപ്പൊ ഒറ്റ ന്യൂനപക്ഷമേ ഉള്ളൂ, അത് മുസ്ലിങ്ങളാ. കേരളത്തിലെ 30-35% വരുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലെ ന്യൂനപക്ഷം. ക്രൈസ്തവരെ ഇവിടുത്തെ ന്യൂനപക്ഷമല്ല, അല്ലെങ്കിൽ മറ്റ് മതവിഭാഗക്കാരൊന്നും ഇവിടുത്തെ ന്യൂനപക്ഷമല്ല. അത് ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് സർവവും നടക്കുന്നത്, സർവവും ഭരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, CAA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കേസുകൾ പിൻവലിച്ചു. എന്നാൽ ശബരിമല കേസ് പിൻവലിച്ചോ? ഇല്ല, ശബരിമല കേസ് പിൻവലിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒട്ടേറെ ഇത് കാണാൻ സാധിക്കും. സർക്കാരിന്റെ വിവേചനപരമായ നിലപാടുകൾ എത്ര നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതെല്ലാം ഒരു മതത്തിന് വേണ്ടിയാണ് ഇവിടെ നടക്കുന്നത്, ആ മതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ഇപ്പോ ഹമാസുമായിട്ട് കേരളത്തിന് എന്ത് ബന്ധം? സന്ദേശ് കാലിയിലെ ആ 100 സ്ത്രീകൾ മാനഭംഗത്തിനിരയായപ്പോൾ ഈ സലീം മടവൂരിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു കമാമെന്ന വാക്കുമിണ്ടിയോ? സന്ദേശ് കാലിയിലെ ഒരു അമ്മ പറഞ്ഞു, എന്റെ കുട്ടി 13 വയസ്സുള്ളൂ, അവളെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ആക്രമിക്കാതിരിക്കൂ.
അവൻ ചത്തുപോകും എന്ന് വേദനയോടെ അലമുറയിട്ട് കരഞ്ഞ ഒരു അമ്മയുടെ വേദന കാണാൻ കഴിവില്ലാത്തവൻ കേരള സ്റ്റോറിക്കെതിരെ ഇവിടെ വന്ന് ന്യായം പറയുന്നോ? കേരള സ്റ്റോറി കാണിക്കരുതെന്ന് പറയുന്നോ? മനസ്സില്ല സർ. ഇത് ജനങ്ങൾ കാണും. നിങ്ങളുടെ ഈ കാവട്ടം ജനങ്ങൾ തുറന്ന് എതിർക്കും. നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുക ഇന്ത്യയുടെ. ഇനി നാളെ നിങ്ങളെ ജനങ്ങൾ അറബിക്കടലിലേക്ക് എറിയും. യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെ സ്ഥാനം അറബിക്കടലാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എല്ലാ കാലവും ഈ നാടിന്റെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു, ഈ നാടിന്റെ ദേശീയതക്കെതിരായിരുന്നു, ഈ നാടിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചവിട്ടി അരച്ചവരാണ് നിങ്ങളുടെ പാരമ്പര്യം. ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചരിത്രം മാപ്പ് തരാൻ പോകുന്നില്ല, ജനങ്ങൾ മാപ്പ് തരാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോളൂ ആരായിരിക്കും ഭാരതത്തിന്റെ നൈതിക നേതൃത്വം വഹിക്കാൻ പോകുന്നത് എന്ന്. അത് നമുക്ക് കാണാം. നമ്മൾ കാണാൻ പോവുകയല്ലേ. നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി ആയിരിക്കും. നിങ്ങളുടെ പാർട്ടിക്ക് എന്തോരുണ്ട് ഞാൻ അങ്ങനെ പരസ്യക്കാൻ തയ്യാറല്ല. ഞാൻ നിങ്ങളെ മൊത്തം ഒരു ഇടതുപക്ഷ പ്രസ്താവമായിട്ടാണ് കാണുന്നത്. അത് ഈനാം ബേച്ചിയുടെയും മരപ്പട്ടിയുടെയും ചിത്രം. ശരി എന്തായാലും സലീം അടവൂരിന് പറയാൻ എന്തോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരാണ് അവർ പൊതുവെ. ആയിക്കോട്ടെ, ഞാൻ പറയാൻ വളരെ ചുരുക്കി പറയാം. ശ്രീ സെൻകുമാർ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ സെൻകുമാർ ഇതിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം. അദ്ദേഹം ഒന്ന് പറയോ? ഈ സെൻകുമാർ പോയിട്ടുണ്ട്, ഫോൺ കട്ടി പോയിട്ടുണ്ട്. രണ്ടാമത് ശ്രീ ആർ വി ബാബു സന്ദേശ് ഗാലിയുടെ കാര്യത്തിൽ കാണിക്കുന്ന വൈകാരികതയും ആ സംഗതി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ ശ്രീ ആർ വി ബാബുവിന്റെ സങ്കടവും കരച്ചിലും ഒക്കെ കാണുമ്പോൾ സന്ദേശ് ഗാലിയെ കുറിച്ച് ഞങ്ങളും അതേപോലെ വേദനിക്കുന്ന ആളുകളാണ്. ഇന്ത്യയിലെ എല്ലാ ഇന്ത്യക്കാരും സഹോദരി ഞാൻ പറയട്ടെ ആർ വി ബാബു ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ എല്ലാവരെയും സഹോദരി സഹോദരന്മാരെയും കാണുന്ന ആളുകളും ഞങ്ങൾക്കൊന്നും അതിൽ വേർതിരിവില്ല. എവിടെ ആക്രമിക്കപ്പെട്ടാലും, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാലും അത് ഏറ്റവും പൈശാചികമാണ്. അതിനെതിരെ നിലപാടെടുക്കണം. പക്ഷെ താങ്കൾ ഒരു കാര്യം അറിയണം. ഗുജറാത്തിലെ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ആ 3 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ജീവന് വേണ്ടി കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പാതിരാത്രി ഒളിച്ചിരുന്ന സമയത്ത് 12ഓളം ആളുകൾ അതിക്രൂരമായി ഈ കുടുംബത്തെ കൂട്ടബലാത്സംഗം ചെയ്ത ആ കേസിലെ പ്രതികളെ സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷത്തിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് ജയിലിൽ നിന്ന് തുറന്നു വിട്ടപ്പോ എവിടെയായിരുന്നു സാർ തങ്ങളുടെ കരച്ചിൽ? എവിടെയായിരുന്നു അങ്ങയുടെ വിലാപം? അത് കണ്ടില്ലല്ലോ. സങ്കടം കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ കൊണ്ട് വിലപിച്ചില്ല. എവിടെ പോയി RSS, എവിടെ പോയി BJP, എവിടെ പോയി നമ്മുടെ ഭാരതീയ ചിന്തകളൊക്കെ എവിടെ പോയി? നമ്മുടെ അഭിമാനബോധം എവിടെ പോയി? അതിനും വേണ്ടായിരുന്നതുപോലെ കേസിലെ പ്രതികളെ വിട്ടുമ്പോഴും വേണ്ടായിരുന്നോ? ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ 18 വർഷം അവർ ജയിലിലായിരുന്നേ. 18 വർഷം അല്ല, ജയിലിൽ നിന്ന് ഇന്ത്യയുടെ ഭാരതീയ ഞാൻ ചോദിക്കാം, അവർ പുറത്തിറങ്ങാൻ പാടുണ്ടോ? ഇതുപോലെ ഒരു ഗർഭിണി അതുകൊണ്ട് മതിയായോ? ഗർഭിണിയായ ഒരു സ്ത്രീയെ വിധേയമാക്കി 12ഓളം കാപാലികന്മാരായ ആളുകളെ, ഒരു ഗർഭിണിയായ സ്ത്രീകളെ എന്തായാലും ശരി എന്തായാലും ഈ കേരള സ്റ്റോറി സിനിമ എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ഒരു കഥയാണ്. അത് എവിടെ കാണിച്ചിരുന്നാലും ഇനിയും വിജയം തന്നെ കൈവരിക്കും. ഒപ്പം സാധാരണക്കാരായ ജനങ്ങളെ അടക്കം ഇത് കാണിക്കുന്നത് ഇനി തങ്ങളുടെ മക്കൾ ഈ ഒരു ഇതിലേക്ക് പോകാൻ പാടില്ല, ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ ഇനി ആർക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുദീപ്ത സനീസ് സിനിമ എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതും അതിന് വേണ്ടി തന്നെയാണ്. ഏതായാലും ഇതിന് പിന്നിലെ റിയൽ സ്റ്റോറി ആണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അത് എത്ര തന്നെ വളച്ചൊടിച്ചിരുന്നാലും, സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും ഒരു നാളത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ആരൊക്കെ തന്നെ ഇതിൽ എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നിരുന്നാലും ഇന്ന് രാത്രി 8 മണിക്ക് ദൂരദർശൻ ഈ സിനിമ സംപ്രേഷണം ചെയ്യും, പൊതുജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പ്രതികരിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു, ഇടതുപക്ഷ നേതാവ് സലീം മടവൂർ എന്നിവർക്കും വളരെയധികം നന്ദി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.